ഹലോ, രാവിലെ യാത്ര തിരിക്കുക കേട്ടോ. അതിരാവിലെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചാൽ പക്ഷേ ഒരുങ്ങി ഈ സമയം അപ്പോൾ ലഗേജൊക്കെ ബാഗിൽ കെട്ടി ഞാൻ ഇറങ്ങും. എൻ്റെ ക്യാമറാമാനായിട്ടാ എനിക്ക് പിടിച്ച് തരുന്നത്. കുറച്ച് സോപ്പിടണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് തരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ ചട്ടിയും കൂടി പിടിച്ചതാണ്. അപ്പോൾ നമ്മൾ നേരെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ചോറ് കൊടുക്കാൻ ഗുരുവായൂർ പോവുക. അപ്പുറത്തുനിന്ന് അച്ഛനും അമ്മയൊക്കെ വിളിക്കണമായിരുന്നു. അങ്ങനെ അവിടെ വന്ന് അവരെയും കൂടി കയറ്റി പോകുന്ന വഴിക്ക് ആദ്യം നമ്മുടെ നീലശത്തമ്പലത്തിൽ വഞ്ചിയിൽ പൈസയൊക്കെ ഇട്ടിട്ട് പോവുകയാണ്. പിന്നെ നമ്മുടെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വന്നു. അവിടെയും പൈസയൊക്കെ ഇട്ടിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് നേരെ പന്തളം കഴിഞ്ഞ് കുടുംബശ്രീ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കേട്ടോ. നല്ല ഹോട്ടലാണ്, നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ നമ്മളെല്ലാവരും വെജാണ് കഴിക്കുന്നത്. കാരണം അമ്പലത്തിൽ പോകുന്നതല്ലേ. അപ്പം ഞാൻ ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചു. ചമ്മന്തി സൂപ്പർ കേട്ടോ. ചേച്ചിമാർ ഇഷ്ടം പോലെ ചമ്മന്തി തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് വീണ്ടും യാത്ര ചെയ്തപ്പോൾ എല്ലാവർക്കും ചോറിനുള്ള വിശപ്പായി. അപ്പോൾ ഇത് ഏതാ സ്ഥലമെന്ന് എനിക്കറിയത്തില്ല. പരവൂരൊക്കെ കഴിഞ്ഞാന്ന് തോന്നുന്നു. അല്ല, പരവൂർ കഴിഞ്ഞില്ല, അതിന് മുമ്പാന്ന് തോന്നുന്നു. എനിക്കറിയില്ല എവിടെയാണെന്ന്. എന്തായാലും നല്ല അടിപൊളി സ്ഥലം കേട്ടോ. കായലിനോട് ചേർന്ന് ഹോട്ടൽ. അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും ആ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ കയറി. എല്ലാവരും ഊണാണ് പറഞ്ഞത്, അതും വെജ് ഊണ്. അതിനകത്ത് പപ്പട ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അത് കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. സാമ്പാറും കൊള്ളായിരുന്നു. ഞാൻ ആദ്യം നോക്കുന്നത് സാമ്പാർ നല്ലതാണെന്ന് തോന്നുന്നു. എനിക്ക് സാമ്പാർ ഇഷ്ടപ്പെട്ട പിന്നെ ഞാൻ കഴിച്ചോളും, വേറെ ഒരു കറിയില്ലെങ്കിൽ. കുഞ്ഞിപ്പെണ്ണിനെ ഞങ്ങൾ ഇടയ്ക്ക് കിടത്തിയിട്ട് ഉണ്ണി എപ്പോഴും ഉണ്ണിയുടെ അച്ഛൻ്റെ കൂടെ കഴിക്കുന്നത് കേട്ടോ. കാരണം ഉണ്ണിയുടെ അച്ഛൻ്റെ കോമ്പിനേഷനാണ് നല്ലതെന്നാണ് പറയുന്നത്, കറികളിട്ട് ഇളക്കുന്നത്. ഞാൻ ഇങ്ങനെ എല്ലാം കൂടി വാരി കഴിക്കാറൊന്നുമില്ല. അതുകൊണ്ട് ഉണ്ണി എപ്പോഴും അച്ഛൻ്റെ കൂടെ കഴിക്കും. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ റൂമിലെത്തിയപ്പോഴത്തേക്ക് തുമ്മി തുമ്മി എൻ്റെ അവസ്ഥ ഇതായി. ബാക്കി നമുക്ക് അടുത്തതിനകത്ത് കാണാം. ടാറ്റാ.